പക്ഷെ ആക്ച്വലി ഇതിന്റെ കോമഡി എന്ന് പറയും, അതായത് നമ്മൾ എറണാകുളത്തോട്ട് വരുന്നത് ഞാനും ഇവനൊക്കെ സിനിമ ചെയ്യണം, എഴുതണം, എഴുതി മരിക്കണം എന്ന് പറഞ്ഞ എറണാകുളത്ത് വരുന്നത്. ഇവിടെ ഒന്നും നടക്കൂല. അതായത് ഇവന്മാര് തലങ്ങും വിലങ്ങും നടന്ന് കയറി മേഞ്ഞ് എഴുത്തൊന്നും നടക്കുന്നില്ല. എന്നിട്ട് ഞാൻ 2 വർഷം ഇരുന്നിട്ട് എനിക്ക് മനസ്സിലായി എഴുത്ത് നടക്കുന്നില്ല അവിടെ ഇരുന്ന. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നാട്ടിലോട്ട് തിരിച്ചു പോയി. എൻ്റെ നാടിൻ്റെ എൻ്റെ വീട് മാർക്കറ്റിന്റെ ബാക്കിലാണ്, പാലക്കാട് പച്ചക്കറി മാർക്കറ്റിന്റെ ബാക്കിലാണ്. അപ്പം ഞാൻ ഈ സമാധാനം സ്വസ്ഥം എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു സിംഗിൾ റൂം വിത്ത് അറ്റാച്ച് ബാത്റൂം ഒക്കെ എടുത്ത് വിൻഡോ ഒക്കെ വെച്ച് നല്ല ചായയൊക്കെ വെച്ച് നല്ല മൂഡായിട്ട് എഴുതാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് എഴുതാൻ പറ്റി. തിരിച്ച് നാട്ടിൽ പോയി മാർക്കറ്റിന്റെ ബാക്കിൽ ചെറിയൊരു 100 സ്ക്വയർ ഫീറ്റിലൊരു ഷട്ടറുണ്ട്, ചെറിയ ഷട്ടറാണ്. അതിനുള്ളിൽ ഇരുന്നിട്ട് ഇത്രയും മാർക്കറ്റ് സൗണ്ട്, ഇത്രയും കലബല ഇടയിൽനിന്നാണ് പൾട്ടി എഴുതുന്നത്. അതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു, എടാ എഴുതുന്ന കാര്യം നമ്മൾ ഇരുന്ന് ഈ പറയുന്ന എവിടെ പോയി എഴുതും. കാരണം ഇവിടെ രാവിലെ മുതൽ നമ്മൾ ചുമ്മാ ഇവിടെ വന്നിട്ട് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും രാവിലെ മുതൽ. ഇവിടെ വന്നാ നമ്മളെന്നെ വീട് വൃത്തിയാക്കണം. എടാ നീ പാത്രം കഴുകി ഞാൻ കഴുകി വെക്കുന്നു, വെള്ളം എടുത്തിട്ടോ. മറ്റേ നന്ദനത്ത് മറ്റേ പരിപാടി. ഇതുകൊണ്ട് ഇവിടെ പരിപാടി നടക്കുന്നില്ല. അതല്ല, ഞാൻ രാവിലെ നേരത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ചായ, ഫുഡിലെല്ലാം എനിക്ക് ചായ വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, രാവിലെ പോയിട്ട് നേരെ പാലും പച്ചക്കറി വാങ്ങിട്ട് വരും. അപ്പൊ അടുത്ത അവന്റെ ജോലിയാണ് അരി വെള്ളത്തിലിടല്. 4 പേരിൽ രണ്ടാമത്തെ അവന്റെ സ്ലോട്ടാണ്. 3-ാമത്തെ അവന്റെ പച്ചക്കറി നുറുക്കി കറി വെക്കുക, 4-ാമത്തെ അവന്റെ പാത്രം കഴുകുക. ഈ 4-ാമത് വരുന്ന 4 പാത്രം ഒന്നും കഴുകില്ല, അടുത്തൊന്നും നടക്കും. അടുത്ത രാവിലെ എണീക്കുമ്പോൾ കിച്ചൺ മൊത്തം പാത്രം ഇങ്ങനെ നിൽക്കും. അപ്പൊ ഞങ്ങൾ 3 പേരിൽ ആരെങ്കിലും പാത്രം കാണും. എക്സ്ട്രീം. അല്ല, നമ്മള് കൊറോണ ടൈമിൽ വരെ ഈ അഷ്കറിനും അശ്വിനും കൊറോണ ആയിരുന്നു തോന്നുന്നുണ്ട്. ആ സമയത്ത് വരെ അവന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശരിയല്ലോ, ടാസ്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്താൽ ചെയ്യണം. മറ്റേ അഷ്കർ ഇതിൽ കൊറോണ വന്നിട്ട് പോസിറ്റീവായിട്ട് നിൽക്കുക. അപ്പൊ ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതിൽ മെൽബിൻ പറയാണ്, ഒരു കുഴപ്പമില്ല, നീ അരി വേവിച്ചോ, എല്ലാ ബാക്ടീരിയയും ചത്തോളും. ഈ അരി കലത്തിലിട്ട് അത് തിളച്ചാ ഞാനൊരു രോഗിയാണ്, ഒരു കുഴപ്പമില്ല, പണിയൊന്നും നിന്നെ മുങ്ങാൻ വിടൂല.